ശുക്ർ ചെയ്യേണ്ടത് ഇനി കിട്ടാനുള്ളതിലല്ല, കിട്ടിയതിലാണ്. ശുക്ർ ചെയ്യണം. നമ്മൾ ശുക്ർ ചെയ്യേണ്ടത് ഇനി കിട്ടാനുള്ളതിനല്ല, കിട്ടിയതിനാണ് ശുക്ർ. 47 കൊല്ലം ജീവിച്ചതിനാണ് ശുക്ർ. ഇനി ജീവിക്കാൻ പോകുന്നതിനല്ല. പല്ലുവേദന ഉണ്ടായ അരമണിക്കൂറിനല്ല ശുക്ർ, പല്ലുവേദന ഇല്ലാത്ത 23.5 മണിക്കൂറിനാണ് ശുക്ർ. കിട്ടിയതിനാണ് ശുക്ർ ചെയ്യേണ്ടത്, കിട്ടാനുള്ളതിനല്ല. നമ്മൾ കിട്ടിയതിനെക്കുറിച്ച് ആലോചിക്കാറില്ല, ഇനി കിട്ടാനുള്ളതിനെ പറ്റിയാണ് ആലോചിക്കാറുള്ളത്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും എന്താ കിട്ടിയതെന്നല്ല ആലോചിക്കണത്. ഉറങ്ങണ സമയത്ത് സൂറത്തുൽ വാഖിയ എല്ലാവരും ഓതണം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ കിട്ടുക എന്നാ, എന്തേ കിട്ടിയത് എന്നാണ് ആദ്യം ആലോചിക്കേണ്ടത്. ഇനി കിട്ടാനുള്ള അവിടെ നിൽക്കട്ടെ, ഇനി കിട്ടാണ്ട് അത് വേറെ കാര്യം. കിട്ടിയത് പറഞ്ഞാൽ നമുക്കാർക്കും മനസ്സിൽ കൂടെ പോകണില്ല എന്ന്. ഇനി എന്താ കിട്ടാനുള്ളത് എന്ന് ഞാൻ പറഞ്ഞാൽ വേഗം പോകും, അതാണ് സംഗതി. സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും രാത്രി ഓതണം. ഒന്നും കിട്ടാനല്ല, കിട്ടിയതിനുള്ളതാണ്. 47 കൊല്ലം ജീവിച്ചില്ലേ, 47 കൊല്ലത്തെ ആയുസ് കിട്ടിയില്ലേ, ഇതുവരെ ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം കിട്ടിയില്ലേ, വായു കിട്ടിയില്ലേ, എല്ലാ സൗകര്യങ്ങളും കിട്ടിയില്ലേ, അതിനെല്ലാ ദിവസവും രാത്രി സൂറത്തുൽ വാഖിയ ഓതണം. ഇനി എന്താ കിട്ടാനുള്ളത്? കിട്ടാനുണ്ട്. എന്താ കിട്ടാനുള്ളത്? മൻ ഖറഅ സൂറത്തുൽ വാഖിയ ഫീ കുല്ലി ലൈലത്തിൻ മറ ലം യജിദുഹു ഫാഖത്തുൻ അബദാ. സൂറത്തുൽ വാഖിയ എല്ലാ രാത്രിയിലും ഒരു തവണ ഓതിയാൽ അവന് ഒരു കാലത്തും ദാരിദ്ര്യം വരൂല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഒരു കാലത്തും ദാരിദ്ര്യം വരൂല എന്ന് പറഞ്ഞാലേ ദുന്യാവിൽ മാത്രം വരൂല എന്നല്ല, ആഖിറത്തിലും വരൂല എന്നാ. ആഖിറത്തിലൊരു ദാരിദ്ര്യം വരാണ്ട്. നമ്മളെ നിസ്കാരവും നോമ്പും ഹജ്ജും എല്ലാ റമദാൻ മാസത്തിലും ഉംറക്ക് പോയതും സക്കാത്ത് കൊടുത്തതും സ്വതക്ക കൊടുത്തതും പള്ളി ഉണ്ടാക്കിയതും മദ്രസ ഉണ്ടാക്കിയതും ഒക്കെ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് മാഷറേക്കാൻ ചെന്ന് നോക്കുമ്പോൾ അതാണ്ട് ഒരച്ച് തീർന്നാൽ ഒരു ദാരിദ്ര്യം തന്നെയാണ്. അതും വരൂല എന്ന് സൂറത്തുൽ വാഖിയ ഓതുന്ന ആൾക്ക്.